നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. കഴിഞ്ഞ 2 മാസമായി, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് മെയിൻ ബോർഡ് IPOകൾ എന്ന് പറയുന്ന പ്രധാന ഓഹരികൾ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ പ്രധാന ഓഹരികളൊന്നും തന്നെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്കറിയാം ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ അനുകൂലമല്ലാത്ത സാഹചര്യം കാരണമായിരിക്കാം. ഇപ്പോഴത്തെ മാർക്കറ്റ് അത്ര അനുകൂലമല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും കഴിഞ്ഞ 2 മാസമായിട്ട് എന്തായാലും മെയിൻ ബോർഡ് IPOകളൊന്നും തന്നെ മാർക്കറ്റിലേക്ക് വരുന്നില്ല. നിങ്ങൾക്കറിയാം, വളരെയേറെ പ്രധാനപ്പെട്ട ഓഹരികൾ മാർക്കറ്റിലേക്ക് വരാനായിട്ട് ലൈനായി നിൽക്കുകയാണ്. അതേക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ വർഷം ഇനി വരാനിരിക്കുന്ന IPOകളെ സംബന്ധിച്ച്. ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ അതേ സംബന്ധിച്ചുള്ളൊരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ 2 മാസത്തെ ഇടവേളയിൽ ധാരാളമായിട്ട് SME ഓഹരികൾ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഓഹരികൾ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പ്രധാന ഓഹരികൾ മാറി നിൽക്കുകയും ചെറിയ കമ്പനികളുടെ കുത്തൊഴുക്ക് മാർക്കറ്റിലേക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം ഇതെല്ലാം തന്നെ പലപ്പോഴും ഭാവിയിലെ ബ്ലൂ ചിപ്പ് കമ്പനികളായി മാറിയേക്കാവുന്ന കമ്പനികളാണ്. പലതും സ്റ്റാർട്ടപ്പ് കമ്പനികളാണ്, വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നല്ല ബിസിനസ് മോഡലുള്ള കമ്പനികളാണ്. അവയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ കളയാതിരിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പോൾ ഫ്യൂച്ചറിലെ ബ്ലൂ ചിപ്പ് കമ്പനികളിൽ നേരത്തെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടുകയാണ് ഇത്തരത്തിലുള്ള SME കമ്പനികളുടെ വരവോട് കൂടിയിട്ട്. എന്നാൽ മെയിൻ ബോർഡ് IPOകൾ ഒന്നും തന്നെ മാർക്കറ്റിലേക്ക് വരുന്നില്ല എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മാർക്കറ്റ് എത്രയും പെട്ടെന്ന് നന്നാവും, കൂടുതൽ ഓഹരികൾ മാർക്കറ്റിലേക്ക് വരും, മെയിൻ ബോർഡ് IPOകളും വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്സർജ് സീഡ്സ് ഓഫ് അഗ്രികൾച്ചർ ലിമിറ്റഡ് എന്നുള്ളൊരു ഗുജറാത്ത് ബേസ്ഡ് കമ്പനിയുടെ SME കമ്പനിയുടെ IPO വിശേഷമാണ്. ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ USAL എന്നാണ് ഇതിൻ്റെ ചുരുക്കപ്പേര്. അസാൽ എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുക. ഈ കമ്പനി ബോംബെ സൂപ്പർ ഹൈബ്രിഡ് സീഡ്സ് എന്ന ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ അതേ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ഒരു കമ്പനിയാണ്. ഒരേ ഗ്രൂപ്പിൽ നിന്ന് 2 കമ്പനികൾ ലിസ്റ്റഡ് ആവാൻ പോവുകയാണ്, ഒരേപോലത്തെ കമ്പനികൾ. ഈ കമ്പനി സീഡ്സിൻ്റെ വിത്തുകളുടെ നിർമ്മാണമാണ് നടത്തുന്നത്. പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണിത് ഗുജറാത്തിലെ. അപ്പോൾ ഈ കമ്പനി അതായത് വിത്തുകൾ ഗ്രോ ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും പ്രോസസ്സിങ് നടത്തുകയും അതോടൊപ്പം തന്നെ പല വെറൈറ്റിയിലുള്ള ഇത്തരം സീഡുകളുടെ മാർക്കറ്റിംഗ് നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ് ഈ കമ്പനിയുടെ IPO ഓപ്പൺ ആയിരിക്കുന്നത്. 19 ലക്ഷത്തിലധികം ഓഹരികളാണ് ഫ്രഷായിട്ട് ഇവർ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 19,800,000 ഓഹരികളാണ് മാർക്കറ്റിലേക്ക് പുതുതായിട്ട് കമ്പനി പുറത്തിറക്കുന്നത്. അതായത് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത് 22.81 കോടി രൂപയാണ്. അപ്പം നമുക്ക് ഈ കമ്പനിയുടെ IPO വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ വീഡിയോ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും പഠിക്കേണ്ട. കമൻറ്റുകളും വളരെ വിലപ്പെട്ടതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്സർജ് സീഡ്സ് ഓഫ് അഗ്രികൾച്ചർ ലിമിറ്റഡ് എന്ന ഈ ഗുജറാത്ത് ബേസ്ഡ് കമ്പനി 2017 രൂപം കൊള്ളുന്നത്. ഈ കമ്പനി നമുക്കറിയാവുന്ന പോലെ തന്നെ പലതരത്തിലുള്ള ധാന്യങ്ങളുടെ വിത്തുകൾ, പച്ചക്കറികൾ വിത്തുകളും എല്ലാം ഉണ്ടാക്കുകയും മാർക്കറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന കമ്പനിയാണ്. ഇവരുടെ പ്രധാന ബ്രാൻഡ് നെയിം USA സീഡ്സ് എന്നാണ്. ഈ കമ്പനിയാണ് നേരത്തെ പറഞ്ഞ പോലെ ലിസ്റ്റഡ് കമ്പനി ആയിട്ടുള്ള ബോംബെ സൂപ്പർ ഹൈബ്രിഡ് സീഡ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ അതേ ഗ്രൂപ്പിൽ നിന്ന് തന്നെ വരുന്ന മറ്റൊരു കമ്പനിയാണ്. ഇവർ 70% ഇവരുടെ ടേൺ ഓവറും ഈ വിത്തുകളെക്കുറിച്ചും ഇത്തരത്തിലുള്ള ധാന്യങ്ങളെക്കുറിച്ചൊക്കെ പലതിനെക്കുറിച്ചും പറയുന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് നട്ട് സീഡ്സിൻ്റെ മാർക്കറ്റിങ്ങിൽ നിന്നാണ് 70% അവരുടെ വരുമാനം. അപ്പോൾ ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഈ SME കമ്പനിയെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. വടക്കേ ഇന്ത്യയിലെ എല്ലാ പ്രധാന സംസ്ഥാനങ്ങളിലും നല്ലപോലെ പ്രസൻസ് ഉണ്ട് കമ്പനിക്ക്. USA സീഡ്സ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ള വലിയ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ശക്തമായ അവരുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. 75ഓളം വെറൈറ്റിയിലുള്ള ക്രോപ്സിന് വേണ്ടിയിട്ടുള്ള സീഡ്സാണ് കമ്പനി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൗണ്ട് നട്ട്സിൻ്റെ വിതരണം അല്ലെങ്കിൽ അതിൻ്റെ വിൽപ്പനയാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞെങ്കിലും അത്
കൂടാതെ വീറ്റ്, കൊമൻസ്, ഗ്രീൻ ഗ്രാം, ബ്ലാക്ക് ഗ്രാം, വെജിറ്റബിൾ സീഡ്സ്, അതായത് ഒനിയൻ, പിന്നെ കോറിയാൻഡർ സീഡ്സ്, ഫെഗുഗ്രീക്ക്, അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള വെജിറ്റബിൾസിൻ്റെ സീഡ്സ് ഇത്തരത്തിൽ ഉൽപ്പാദനം ചെയ്ത് കമ്പനി വിതരണം ചെയ്യുന്നുണ്ട്. സീഡ്സ് അല്ലെങ്കിൽ വിത്തുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണമാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ പ്യൂരിറ്റി എന്ന് പറയുന്നത് അഷ്വേർഡ് ആയിട്ടാണ് കമ്പനി ചെയ്യുന്നത്. അപ്സർജ് സീഡ്സ് ഓഫ് അഗ്രികൾച്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ എല്ലാ തരം സീഡ്സും അതിൻ്റെ പ്യൂരിറ്റിയുടെ കാര്യത്തിൽ ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. അതായത് ഇവർ പ്രൊക്യൂർ ചെയ്യുന്നത് വളരെയധികം ശാസ്ത്രീയമായിട്ടുള്ള ഇത്തരത്തിൽ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ്. അതായത് പലതും സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ വലിയ ബ്രീഡർ കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഉദാഹരണത്തിന് മഹാത്മാ ഫുലെ കൃഷി വിദ്യാപീഠ്, രാജസ്ഥാൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിത്തുകൾ കമ്പനി എടുക്കുന്നത്. USA സീഡ്സിൻ്റെ പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അരവിന്ദ് കുമാർ ജാദവ്ജി ഭായ് കക്കാദിയ, ഈ ചിത്രത്തിൽ മുകളിൽ കാണുന്ന വ്യക്തി, അദ്ദേഹത്തെ കൂടാതെ വിക്കൻ ജന്തിലാൽ കക്കാദിയ എന്ന് പറയുന്ന ഒരാളും, അതുകൂടാതെ മിസ്സിസ് സൊനാൽബൻ അരവിന്ദ് ഭായ് കക്കാദിയ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും കൂടി ചേർന്ന് 3 പേരാണ് പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സായിട്ട് കാണുന്നത്. ഇവരുടെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 96.92% ഓഹരികളുണ്ട്. അത് ഇഷ്യൂ കഴിയുമ്പോൾ, അതായത് 26.1% ഓഹരികൾ ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കൈവശം ഇഷ്യൂ കഴിയുമ്പോൾ 70.82% ഓഹരികളായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി USA സീഡ്സിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ 2020 ഇവരുടെ മൊത്തം വിറ്റുവരവ് 17.64 കോടി ആയിരുന്നെങ്കിൽ അവരുടെ നെറ്റ് പ്രോഫിറ്റ് 0.22 crores ആയിരുന്നു. അതായത് 17.64 കോടി രൂപ വരുമാനം വന്നപ്പോൾ 0.22 കോടി രൂപ മാത്രമാണ് അവർക്ക് പ്രോഫിറ്റായിട്ട് കാണിക്കാനായിട്ട് സാധിച്ചത്. അതിൻ്റെ അടുത്ത വർഷം, അതായത് 2021 അവരുടെ ടോട്ടൽ ടേൺ ഓവർ 62.9 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 17 ആയിരുന്നത് 62 ആയിട്ട് വർദ്ധിച്ചു. നെറ്റ് പ്രോഫിറ്റ് അപ്പോൾ 0.85 കോടി രൂപയായിരുന്നു. ഇനി അതിൻ്റെ അടുത്ത വർഷം ആയപ്പോഴത്തേക്കും 2022 ആയപ്പോഴത്തേക്കും ടേൺ ഓവർ 75.77 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ നെറ്റ് പ്രോഫിറ്റ് 3.96 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. അപ്പോൾ അതായത് തൊട്ട് മുമ്പത്തെ വർഷം, അതായത് 2021 ടേൺ ഓവർ 62 കോടിയും നെറ്റ് പ്രോഫിറ്റ് 0.85 ആയിരുന്നെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം ആയപ്പോഴത്തേക്കും ടേൺ ഓവർ 75.77 കോടി രൂപയും അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 0.85 നിന്ന് 3.96 കോടി രൂപയായിട്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഇഷ്യൂവിന് തൊട്ട് മുമ്പുള്ള വർഷം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു വളർച്ചയാണ് കമ്പനിക്ക് കാണിക്കുന്നത്. അതിൻ്റെ ബോട്ടം ലൈനിൽ ഇത്രയധികം ഒരു കുതിപ്പ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് വളരെ വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടത് ഇതേ ബിസിനസ് തന്നെ ചെയ്യുന്ന ഇതിൻ്റെ ഗ്രൂപ്പ് കമ്പനി ആയിട്ടുള്ള BSHSL എന്ന് പറയുന്ന കമ്പനി ആ സമയത്ത് അത്ര നല്ല പെർഫോം നടത്തിയിട്ടില്ല എന്നുള്ളതും നമുക്ക് ഇതിൽ കാണേണ്ടതാണ്. കമ്പനിയുടെ ഏറ്റവും പുതിയ വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ USA സീഡ്സിൻ്റെ EPS 9.79 രൂപയാണ്. അതുകൂടാതെ പി റേഷ്യോ 12.26 റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 35.42 എന്നുമാണ് കാണിക്കുന്നത്, 42% എന്നാണ് കാണിക്കുന്നത്. ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 21.7 കമ്പനിക്കുള്ളത്. ഇനി ഇതിൻ്റെ ലിസ്റ്റഡ് കമ്പനികളായിട്ടുള്ള പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഇത് സെയിം ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ബോംബെ സൂപ്പർ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടല്ലോ, അതുകൂടാതെ കോണ്ടിനെൻ്റൽ സീഡ്സ്, കാവേരി സീഡ്, മംഗളം സീഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള ലിസ്റ്റഡ് കമ്പനികളാണ് ഇവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവർ ടോട്ടൽ മാർക്കറ്റിൽ നിന്ന് പിരിച്ചെടുക്കുന്ന മൂലധനം, അതായത് 22.81 കോടി രൂപയാണല്ലോ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 21.31 കോടി രൂപയും വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഈ കമ്പനി ഉപയോഗിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അത് ഏതായാലും വളരെ നല്ലൊരു ലക്ഷണമാണ്. വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി തന്നെയാണ് അവർ ഈ പിരിക്കുന്ന പൈസ മുഴുവൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ഒരു 1 കോടി രൂപയാണ് ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് പർപ്പസസിന് ഉപയോഗിക്കുന്നത്. പിന്നെ കൂടാതെ ഒരു 50 ലക്ഷം രൂപ അവരുടെ
ഇഷ്യൂൻ്റെ ചെലവിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ലീഡ് മാനേജർ എന്ന് പറയുന്നത് ഫിൻഷോർ മാനേജ്മെൻറ്റ് സർവീസസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ് ലീഡ് മാനേജർ. അതുപോലെ തന്നെ ഇതിൻ്റെ രജിസ്ട്രാർ ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുമാണ്. നമുക്കിനി IPO വിശേഷങ്ങൾ ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ജൂലൈ 29-ാം തീയതി ആരംഭിച്ച് ഓഗസ്റ്റ് 2-ാം തീയതി ക്ലോസ് ചെയ്യുന്ന ഒരു IPO ആണിത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ബാൻഡ് അല്ല, ഇത് ഫിക്സഡ് പ്രൈസ് ആണ്. ഒരു ഓഹരിക്ക് 120 രൂപയാണ് ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. 19 ലക്ഷം ഓഹരികളാണ് പുതുതായിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല. ടോട്ടൽ റേസ് ചെയ്യുന്നത് 22.81 crores ആണ് മാർക്കറ്റിൽ നിന്ന്. മിനിമം ഒരു ഇൻവെസ്റ്റർ അപ്ലൈ ചെയ്യേണ്ടത് 1200 ഓഹരികളാണ്. മാക്സിമവും അത്രേ പറ്റുള്ളൂ, 1200 ഓഹരികൾ. ഇതിൽ ഒരു ഓഹരിയുടെ വില 10 രൂപയാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ റീറ്റെയിലേഴ്സിന് 50% ആണ് എക്സ്ചേഞ്ച് അനുവദിച്ചിട്ടുള്ളത്. ബാക്കി 50% HNIസിനാണ് അനുവദിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് നോക്കാം. ഇത് NSEയുടെ എമർജ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. NSEയിലാണ്, BSEയുടെ പ്ലാറ്റ്ഫോമിലല്ല, NSEയുടെ എമർജ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്. ഇനി ഇതിൻ്റെ ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്നത് ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. റീഫണ്ട് കിട്ടുന്നത് ഓഹരി കിട്ടാത്തവർക്ക് ഓഗസ്റ്റ് 8-ാം തീയതിയും. ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത് ഓഗസ്റ്റ് 10-ാം തീയതിയും. ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് ഓഗസ്റ്റ് 11-ാം തീയതിയുമാണ്. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് പലരും സംശയിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ വളരെ കട്ട് ത്രോട്ട് കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണ് ഈ സീഡ്സിൻ്റേത്. പിന്നെ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ 2 കമ്പനികളാണ് ഇവർ, ഒരേ തരത്തിലുള്ള 2 കമ്പനികളാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഈ കമ്പനി മാത്രം ഈ ഇഷ്യൂവിന് തൊട്ട് മുമ്പ് വലിയ ഒരു നേട്ടം കാണുന്നുണ്ട് ഇവരുടെ ലാഭത്തിൽ. അത് ഇഷ്യൂ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ 120 രൂപ വിലയിടുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടിരിക്കുന്ന ഒരു കാര്യമാണോ എന്ന് നമുക്ക് വിശദമായിട്ട് പഠിച്ചാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരേ ഗ്രൂപ്പിൽ നിന്ന് ഒരേ രീതിയിലുള്ള കമ്പനികൾ വരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് അല്പം നെറ്റിച്ചു വിളിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ കമ്പനി ഒരു കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ വരുന്ന ഒരു സെഗ്മെൻ്റാണ് ഈ കമ്പനിക്കുള്ളത്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചെറുകിടക്കാർ തീർച്ചയായിട്ടും ഈ ഓഹരി അപ്ലൈ ചെയ്യേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ലോങ് ടേമിലേക്ക് താല്പര്യമുള്ളവർ മാത്രം, റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി. എന്തായാലും ഇത് വിപണിയിൽ എത്തിക്കഴിയുമ്പോൾ ഇപ്പോഴത്തെ റേറ്റിൽ ഇത് വിപണിയിൽ എത്തുമ്പോൾ 84.72 കോടിയായിരിക്കും ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് അത്രയും റിസ്ക് എടുത്ത് ചെയ്യാവുന്ന ലോങ് ടേമിലേക്ക് വേണ്ടി കരുതാൻ തയ്യാറുള്ള ഇൻവെസ്റ്റേഴ്സ് മാത്രം ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. UPSCയുടെ അല്ലെങ്കിൽ അപ്സർജ് ഓഫ് അഗ്രികൾച്ചർ ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, കമൻറ്റുകൾ ഇടാൻ മടിക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോകൾ ഇടുന്ന അതേ അവസരത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബായ്.